ചെയ്യാണ്. അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷനായി ഷിബേട്ടിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത് നമ്മുടെ പുലിക്കളി സമർപ്പണമാണ്. ബഹുമാനപ്പെട്ട MLA അത് നമ്മുടെ സുശീൽ, നമ്മുടെ പുലിക്കളിയിൽ നിർസാന്നിധ്യമായ സുശീലിനെ പുലിക്കൈ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ കൊല്ലത്തെ പുതുമകളിലെ 2 പുതുമകളാണ്. 51 പുലിക്കും പുലിക്കൈയും പുലിപ്പാദവുമായാണ് വിയ്യൂർന്ന യുവജന സംഘം ശക്തന്റെ തട്ടകത്തിലേക്ക് വരുന്നത്. അടുത്തതായി നമ്മുടെ 2 കലാകാരന്മാരുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട വര രാജേട്ടനാണ്. രാജേട്ടൻ ക്ഷണിക്കുന്നു. രാജേട്ടന് പൊന്നാട ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുകയാണ്. ബഹുമാനപ്പെട്ട MLA അത് നൽകണമെന്ന് അതുപോലെ നമ്മുടെ സനൽ ഈ പുലിമുഖവും ഈ പുലിപ്പാദവും കഴിഞ്ഞ 4 മാസക്കാലമായി പെയിന്റ് ചെയ്തുകൊണ്ട് ഈ കാണുന്ന വർണ്ണഭംഗിയിലേക്ക് എത്തിച്ച പ്രിയങ്കരനായ കലാകാരൻ സനലിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിനും ഉപഹാരം പൊന്നാട ഏറ്റുവാങ്ങുന്നതിനും വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അതേപോലെ തന്നെ ശ്രീജിത്ത് നമ്മുടെ സനലിന്റെ സഹോദരൻ കൂടിയാണ്. ഈ പുലിമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി ഇതിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രവർത്തകനാണ്. അദ്ദേഹത്തെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ശ്രീകുട്ടൻ നമ്മുടെ കഴിഞ്ഞ വർഷക്കാലം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല, ഗൾഫിലായിരുന്നു. 1 വർഷം ലീവ് എടുത്ത് ഈ കൊല്ലത്തെ പുലിക്കളി കഴിഞ്ഞിട്ടാണ് വരച്ചു കഴിഞ്ഞ ശേഷമാണ് ഞാൻ പോകുള്ളൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മളോടൊപ്പമുള്ള ശ്രീജിത്തിന് ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ സജിൽ സനലിന്റെ അച്ഛനും കൂടിയായ സജിൽ വീടിന്റെ അദ്ദേഹത്തെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ഇനി നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ CK മേനോന്റെ മകൻ JK മേനോൻ നമ്മുടെ ടീമിന് ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ, ചെറുതല്ല വലിയ തന്നെയാണ്, നമ്മുടെ കൗൺസിലറെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ രക്ഷാധികാരിയും നമ്മുടെ MLA കൂടിയായ ബാലചന്ദ്രേട്ടനും സുനിലേട്ടനും നമ്മുടെ സെക്രട്ടറിയും കൂടി കൺവീനറും കൂടി ഏറ്റുവാങ്ങാണ്. അടുത്തതായി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ജയേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതിനുശേഷം ഭദ്രദീപം ഉണർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ കർത്തവ്യത്തിലേക്ക് കടക്കണം. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ജയപ്രകാശ്, മുൻ മുഖ്യമന്ത്രി സുനിൽകുമാർ, തൃശ്ശൂരിൻ്റെ MLA ബാലചന്ദ്രൻ, കോപ്പറേറ്റീവ് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പ്രസിഡന്റ് ശശി, എൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള സെക്രട്ടറി ദാസൻ, ഇതിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായുള്ള സുമേഷും, അതിനുവേണ്ടി സംഘത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഇതിൻ്റെ സംഘാടക പ്രവർത്തകർ, മനുഷ്യർ വലിയ ആഘോഷങ്ങളിലൂടെയാണ് അതെല്ലാം നടത്തുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ പഴയ പോലെ പട്ടിണിയില്ല, പഴയ പോലത്തെ അവസ്ഥയല്ല. കേരളം ഒരുപാട് മാറിയിട്ടുണ്ട്. ആ മാറിയ സാഹചര്യത്തിൽ ഓരോ ജില്ലയിലും ഓരോ കലാരൂപങ്ങൾ ഓണവുമായി ബന്ധപ്പെട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അത്തച്ചമയ ഘോഷയാത്രയുണ്ട്. അതുപോലെ തന്നെ
മലയാളത്തിൻ്റെ പെരുമ വിളിച്ചറിയിക്കുന്ന വള്ളംകളിയുണ്ട്. തൃശ്ശൂരാണെങ്കിൽ പുലിക്കളിയുണ്ട്. കാട്ടൂർക്കടവിലും കണ്ടശാങ്കടവിലും വള്ളംകളി നടത്താറുണ്ട്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ടൂറിസം വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള കലാപരിപാടികൾ തേക്കിൻകാട് മൈതാനിയിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ വള്ളംകളിയുടെ അതുപോലെ തന്നെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടികൾ മാറ്റിവെക്കുമ്പോൾ നമ്മളെല്ലാം ജീവിച്ചിരുന്ന ഇരിക്കുന്ന പുലിക്കളി നിങ്ങൾക്കറിയാം, ഒരു പുലിക്കളി സംഘം നമ്മുടെ സ്വരാജ് റൗണ്ടിൽ എത്തണമെങ്കിൽ എത്ര മനുഷ്യാധ്വാനവും എത്ര പണവും ആവശ്യമാണ്. പണ്ട് ഇതിനെ ഒരു കലാരൂപം എന്നുള്ള നിലയ്ക്ക് പോലും പരിഗണിക്കാൻ ആളുകൾ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്ന് മികവാർന്ന ഫ്ലോട്ടുകളും അതുപോലെ തന്നെ അലങ്കാരങ്ങളും എല്ലാം പുലിക്കളിയെ ഒരു സാംസ്കാരിക ചിഹ്നമായി അടയാളപ്പെടുത്തത്തക്ക വിധത്തിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനിയും 3 സുഗമമായ ഒരു രീതിയിലാണ് ഇന്നത്തെ പുലിക്കളി നടത്തിയിരുന്നത് എന്ന് കരുതി അത് വളരെ എളുപ്പമായ രീതിയിലൂടെയല്ല നടത്തിക്കൊണ്ടുവരുന്നത്. ഏറെ കഷ്ടപ്പെട്ടു. അതിലേക്ക് 51 കമ്മിറ്റിയും വലിയ സമിതിയും അവിടെയാ എല്ലാവരും പിന്നെ കുറച്ച് കയറിക്കണം. എല്ലാവരും ഇവിടെ നോക്കി, എല്ലാവരും നേരം കേട്ടോ. സുമേഷേട്ട കൂടെ നോക്കൂ. നേരെ നോക്കൂ, നേരെ നോക്കൂ, പിന്നീട് നേരെ നോക്കൂ. അത് അടിപൊളിയില്ലേ?